അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനമുള്ള പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, വഹീഖുൽ ഖുർആനിൻ്റെ രണ്ടാമത്തെ സെഷനിലെ 30ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. ഇന്ന് നാം പഠിക്കുന്നത് സൂറത്തു തക്വീറിലെ 19 മുതൽ 22 വരെയുള്ള വചനങ്ങളാണ്. ആദ്യമായി നമുക്ക് ആ വചനങ്ങളുടെ ഖിറാഅത്തൊന്ന് ശ്രവിക്കാം. أعوذ بالله من الشيطان الرجيم إنه لقول رسول كريم ذي قوة عند ذي العرش مكين مطاع ثم أمين وما صاحبكم بمجنون. ഇനി നമുക്കതിലെ 19ാമത്തെ വചനത്തിൻ്റെ അർത്ഥവും അതിൻ്റെ വിശദീകരണവും നോക്കാം. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ആയത്തിൻ്റെ അർത്ഥം, നിശ്ചയമായും ഇത് അഥവാ ഈ വിശുദ്ധ ഖുർആൻ അത് മാന്യനായ ഒരു ദൂതൻ്റെ വാക്കാകുന്നു. ആയത്തിൻ്റെ വാക്കർത്ഥം ഇന്നഹു തീർച്ചയായും ഇത്, അല്ലെങ്കിൽ തീർച്ചയായും ഈ വിശുദ്ധ ഖുർആൻ, ലഖൗലു അത് വാക്ക് തന്നെയാണ്. ല എന്ന് പറഞ്ഞാൽ വാക്ക് തന്നെയാണ്. ആ ഒരു തഅക്കീദിൻ്റെ സ്വരമാണ് അതിൽ നിന്നും ലഭിക്കുക. ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് ല എന്ന് പ്രയോഗിക്കുന്നത്. ല എന്ന് പറഞ്ഞാൽ അരുതി എന്നാണ് അർത്ഥം. ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നൊരർത്ഥം അവിടുന്ന് കിട്ടും. ലഖൗലു വാക്കു തന്നെയാണ്, റസൂലിൻ കരീം മാന്യമായ ഒരു ദൂതൻ്റെ, മാന്യനായ ഒരു ദൂതൻ്റെ വാക്ക് തന്നെയാണ് എന്നാണ് അതിൻ്റെ സാരാർത്ഥം. ഇനി നമുക്ക് ഈ ആയത്തിന് ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീർ നൽകിയ വിശദീകരണം നോക്കാം. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഅനി അന്ന ഹാദൽ ഖുർആൻ ലതബ്ലീഗു റസൂലിൻ കരീം, അഥവാ ഈ വിശുദ്ധ ഖുർആൻ അത് മാന്യനായൊരു ദൂതൻ എത്തിച്ചു നൽകിയ കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച ഒരു ദൂതൻ എത്തിച്ചു നൽകിയ വിശുദ്ധ ഖുർആനാണ് ഇത് എന്ന് അല്ലാഹു സൂചിപ്പിക്കുകയാണ്. അഥവാ ആരാണ് ആ ദൂതൻ, ആരാണ് ഈ റസൂൽ കരീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഐ മലക്കുൻ ഷരീഫുൻ ഹസനൽ ഖൽഖ്, അഥവാ ഷരീഫായിട്ടുള്ള പവിത്രമായ സ്വഭാവമുള്ള, പവിത്രമായ ഗുണവിശേഷണങ്ങളുള്ള ഒരു മലക്കാണത്. ഹസനൽ ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപരമായി ഏറ്റവും നല്ല ഒരു പ്രകൃതമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. ബഹിയുൽ മന്ദർ, നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സംഭവമായി കാണാൻ സാധിക്കും വിധമുള്ള പ്രകൃതം. ഓഹോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയാണ്. ഖാലഹു ഇബ്നു അബ്ബാസ് വശഅബിയു വമൈമൂൻ ഇബ്നു മിഹ്റാൻ വൽഹസൻ വഖതാദ അർറബിഅ ഇബ്നു അനസ് വഗൈറുഹും. ഈ തുടങ്ങിയ പണ്ഡിതന്മാരെല്ലാവരും, അതല്ലാത്തയും ചില പണ്ഡിതന്മാരും ഇതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു വചനത്തിന് വിശദീകരണം നൽകിയിട്ടുള്ളത്. മറ്റുള്ള തഫ്സീറുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും ഈ ഒരു ആയത്ത് കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി അതിൻ്റെ വിശദീകരണം അദ്വാഉൽ ബയാനിൽ നിന്നും നമുക്ക് വായിക്കാം. അദ്ദേഹം പറയുകയാണ്, ഇമാം ഷൻഖീതി റഹ്മഹുല്ലാ പറയുകയാണ്, അജ്മഉ അലാ അന്നൽ മുറാദ് ബിൽ ഖൗൽ ഹുവൽ ഖുർആൻ. ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ള അൽ ഖൗൽ എന്നുള്ള കാര്യം, ആ അൽ ഖൗൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് ഖുർആനാണ് എന്ന് ഭൂരിഭാഗ പണ്ഡിതന്മാരും ഏകാഭിപ്രായ സ്വരത്തിൽ പറഞ്ഞ കാര്യമാണ്. അഥവാ ഖൗൽ എന്ന് പറഞ്ഞാൽ അത് ഖുർആനാണ്. വ അമ്മൽ മുറാദ് ബിർ റസൂൽ കരീം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതേപോലെ തന്നെ അവിടെ റസൂലുൻ കരീം എന്ന് പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയാണ്. അതിലും യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല എന്നുള്ളതാണ്. അത് ബിദലീലി ഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ, അതേപോലെ തന്നെ മുതാഇൻ സമ്മ അമീൻ വമാ സാഹിബുക്കും ബിമജ്നൂൻ. ആ കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ അത് മനസ്സിലാക്കാവുന്നതാണ്. അതിൻ്റെ അർത്ഥവും വിശദീകരണവും നമുക്ക് ചർച്ച ചെയ്യാം. ഇനി അതിനുശേഷം ഇമാം ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല പറഞ്ഞ കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. അദ്ദേഹം പറയുകയാണ്, ലഖൗലു റസൂലിൻ കരീം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതിൽ യാതൊരു സംശയമില്ല. ഫഇന്നഹു റസൂലുള്ളാഹി ഇലർ റുസുൽ ബിൽ വഹ്യി അല്ലദീ യൻസിലു അലൈഹിം, അഥവാ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള വഹ്യ് എത്തിച്ചു കൊടുക്കുന്ന ഒരേ ഒരു ദൂതൻ, ഒരേ ഒരു മലക്ക് അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയാണ്.
വസഫഹുല്ലാഹു ബിൽ കറം ലിഹുസ്നി മൻദരിഹി. അദ്ദേഹത്തിൻ്റെ പ്രകൃതത്തിൻ്റെ ആ ഒരു ഭംഗി, അത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ വിശേഷിപ്പിച്ച വിശേഷണമാണെന്ത്? അൽ കറം എന്നുള്ളത്. അഥവാ കരീമാണ്, മാന്യനാണ് എന്നൊരു വിശേഷണം കൊണ്ട് അള്ളാഹു വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രകൃതം അത്രയും മനോഹരമായി കൊണ്ടാണ് അള്ളാഹു നിർവഹിച്ചിട്ടുള്ളത്, സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന കാരണത്താലാണ്. ഇത് സൂറത്തു നജ്മിലെ 6-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൂ മിർറത്തിൻ ഫസ്തവ, അഥവാ കരുത്തുള്ളൊരു വ്യക്തി എന്ന് അള്ളാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ദൂ മിർറത്ത് എന്നതിന് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം, അൽ മിർറ എന്ന് പറഞ്ഞാൽ അൽ ഖുലുഖുൽ ഹസൻ വൽ ഹൈബത്തുൽ ജമീല, അഥവാ വളരെ ഭംഗിയാർന്ന ഒരു സൃഷ്ടിപ്പ്, അല്ലെ അത്രയും ഭംഗിയുള്ള, അത്രയും ശക്തിയുള്ള ഒരു സൃഷ്ടി എന്ന് അതിന് അർത്ഥം നൽകിയതായി കാണാൻ സാധിക്കും. ഫകാന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മൗസൂഫൻ ബിഹാദൽ വസ്ഫ് കരീം, അഥവാ അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ കരീം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഇത്തരത്തിലെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല വിശേഷണം എടുത്തു പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭംഗിയാർന്ന സൃഷ്ടിപ്പിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവവും അത്രയും വൃത്തിയുള്ളതായതുകൊണ്ടാണ് എന്ന് കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് 20-21 വചനങ്ങളിലേക്ക് കടക്കാം. ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീൻ മുതാഇൻ സമ്മ അമീൻ. ആയത്തിൻ്റെ അർത്ഥം ശക്തിമാനായുള്ളവൻ, അർശിൻ്റെ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥൻ്റെ അടുക്കൽ സ്ഥാനമുള്ളവൻ, അഥവാ ഏറ്റവും ശക്തിയുള്ളവനാണ്. അതേപോലെ തന്നെ അർശിൻ്റെ ഉടമസ്ഥൻ്റെ അരികിൽ സ്ഥാനമുള്ളവനും കൂടിയാണ്. മുതാഇൻ സമ്മ അമീൻ എന്ന് പറഞ്ഞാൽ അവിടെ അനുസരിക്കപ്പെടുന്നവൻ, വിശ്വസ്തൻ ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം, അഥവാ അനുസരിക്കപ്പെടുന്നവനാണ്, വിശ്വസ്തനുമാണ്. അങ്ങനെയുള്ളൊരു ദൂതൻ്റെ വാക്കാണ് എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. ആയത്തിൻ്റെ വാക്കർത്ഥങ്ങൾ നോക്കാം. ദീ ഖുവ്വത്തിൻ എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളവൻ എന്നർത്ഥം. ദീ എന്ന് പറഞ്ഞാൽ ഉള്ള എന്നാണ് അർത്ഥം. ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ ശക്തി. അപ്പോൾ ദീ ഖുവ്വത്തിൻ ശക്തിയുള്ളവൻ. ദീ ഖലമിൻ എന്ന് പറഞ്ഞാൽ പേനയുള്ളവൻ. അപ്പോൾ ദീ എന്ന് പറയുമ്പോൾ ദീ എന്ന് പറയാൻ കാരണം തൊട്ട് മുമ്പുള്ള ആ ഒരു ജുംലയിലേക്ക് ചേർത്ത് വായിക്കുന്നത് കൊണ്ടാണ്. അത് അപ്രകാരം തൊട്ട് മുമ്പുള്ള ജുംലയിലേക്ക് ചേർത്ത് വായിക്കാതെ പറയുകയാണെങ്കിൽ സൂ ഖുവ്വത്തിൻ എന്നാണ് പറയേണ്ടത്, അഥവാ റഫ് ആയിക്കൊണ്ടാണ്. നഹ്വി ആയിട്ടുള്ള ചർച്ചയാണ്, ദീർഘമായി പറയേണ്ട കാര്യമാണ്. എന്തായാലും അപ്പോൾ അപ്രകാരം ദീ അല്ലെങ്കിൽ സൂ എന്ന് ചേർന്ന് വന്നു കഴിഞ്ഞാൽ ഉള്ളവൻ എന്നൊരർത്ഥം അതിൽ നിന്ന് ലഭിക്കാൻ സാധിക്കും. അപ്പോൾ ദീ ഖുവ്വത്തിൻ ശക്തിയുള്ളവനാണ്. ഇൻദ ദിൽ അർശി, അഥവാ ഇൻദ എന്ന് പറഞ്ഞാൽ അരികിൽ, ദിൽ അർശി എന്ന് പറഞ്ഞാൽ അർശുള്ളവൻ. ഓക്കെ, ദിൽ അർശി അർശുള്ളവൻ. ദിൽ അർശി ഇൻദ ദിൽ അർശ് എന്ന് പറഞ്ഞാൽ അർശുള്ളവൻ്റെ അരികിൽ. ഓക്കെ, അർശുള്ളവൻ്റെ അരികിൽ മക്കീനിൻ സ്ഥാനമുള്ളവനുമാണ്. സ്ഥാനി എന്നർത്ഥം. അപ്പോൾ മക്കീൻ എന്ന് പറഞ്ഞാൽ സ്ഥാനമുള്ളവൻ. ഇൻദ ദിൽ അർശി മക്കീൻ, അർശുള്ളവൻ്റെ അരികിൽ. അർശുള്ളതാരാണ്? അള്ളാഹു ആണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അരികിൽ സ്ഥാനമുള്ളവനാണ് എന്നാണ് പറഞ്ഞത്. അടുത്ത വചനം മുതാഇൻ സമ്മ അമീൻ. മുതാ എന്ന് പറഞ്ഞാൽ അനുസരിക്കപ്പെട്ടവനാണ്, സമ്മ അവിടെ, അഥവാ ആ അള്ളാഹുവിൻ്റെ അരികിൽ, ആ അർശുള്ള രക്ഷിതാവിൻ്റെ അരികിൽ അനുസരിക്കപ്പെടുന്നവനാണ്. അമീൻ വിശ്വസ്തനുമാണ്. അപ്പോൾ വിശ്വസ്തനും അനുസരിക്കപ്പെടുന്നവനുമാണ് എന്നർത്ഥം. അതിൻ്റെ വിശദീകരണം നോക്കാം. ആദ്യമായി ഇമാം ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ള പറയുകയാണ്, ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീൻ എന്നതിലെ ദീ ഖുവ്വത്തിൻ എന്ന് പറഞ്ഞാൽ വസഫഹുല്ലാഹു തആല ബിൽ ഖുവ്വത്തിൽ അലീമ, അദ്ദേഹത്തിൻ്റെ ശക്തി പ്രകടമാക്കുവാൻ വേണ്ടിയാണ് അപ്രകാരം അള്ളാഹു പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഖുവ്വത്തുള്ളവൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ വിശേഷിപ്പിച്ച് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു തആല അത്രയും ശക്തി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയിട്ടുണ്ട് എന്നാണ്. ആ ഒരു പവർ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. فإن الرسول عليه الصلاة والسلام رآه على صورته التي خلقه الله عليها له 600 جناح قد سد الأفق كله من عظمته عليه الصلاة والسلام. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. എങ്ങനെ? അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച അദ്ദേഹത്തിൻ്റെ ശരിയായ ഒരു സൃഷ്ടിപ്പിൻ വ്യക്തമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്നാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിപ്പ്? ചെറിയ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. 600 ജനാഹ്, അഥവാ 600 ചിറകുകളുള്ള
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഖദ് സദ്ദൽ ഉഫ് കുല്ലഹു മിൻ അളമതിഹി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭീമാകാരമായ വലുപ്പം കാരണത്താൽ ചക്രവാളം മുഴുവൻ മറക്കപ്പെട്ടതായ നിലയിൽ റസൂൽ കരീം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്നാണ്. അതേപോലെ തന്നെ അതിനുശേഷം പറഞ്ഞത് ഇൻദ ദിൽ അർശ് എന്നാണ്, അഥവാ ഇൻദ സാഹിബിൽ അർശ് എന്നാണ്. അർഷുള്ള ആൾ എന്ന് പറഞ്ഞാൽ അർഷിന്റെ ഉടമസ്ഥന്റെ അരികിൽ. വഹു അല്ലാഹു സുബ്ഹാനഹു വതആല, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. വൽ അർശ് ഫൗക കുല്ലി ഷൈഇൻ, അർശ് എവിടെയാണുള്ളത്? എല്ലാ വസ്തുക്കളുടെയും മുകളിലാണ് അർഷുള്ളത്. വഫൗകൽ അർശി റബ്ബുൽ ആലമീൻ, ആ അർഷിന്റെയും മുകളിലാണ് റബ്ബ് സുബ്ഹാനഹു വതആല ഉള്ളത് എന്നാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ഗാഫിറിലെ 15-ാമത്തെ വചനത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. റഫീഉദ് ദറജാതി ദുൽ അർശി യുൽഖി റൂഹ മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി. റഫീഉദ് ദറജാത്ത്, അവൻ പദവികൾ ഉയർന്നവനാണ്. ദുൽ അർശ്, അർഷുള്ളവനുമാണ്, അഥവാ സിംഹാസനത്തിന്റെ ഉടമസ്ഥനുമാണ്. യുൽഖി റൂഹ മിൻ അംരിഹി, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അലാ മൻ യശാഉ മിൻ ഇബാദിഹി, തന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് അവൻ ചൈതന്യം ഇറക്കി കൊടുക്കുന്നു എന്നാണ്. ഇനി അതിൻ്റെ മറ്റു വിശദീകരണങ്ങൾ നോക്കാം. ശേഷം വരുന്നു മക്കീൻ എന്ന് പറഞ്ഞാൽ ഐ ദു മക്കാനത്തിൻ, സ്ഥാനമുള്ളവൻ. അപ്പോൾ ഇൻദ ദിൽ അർശി മക്കീൻ എന്ന് പറഞ്ഞാൽ അർഷുള്ളവന്റെ അരികിൽ സ്ഥാനമുള്ള സ്ഥാനിയാണ്. അപ്പോൾ ദുൽ അർഷ് ദു മക്കാനത്തിൻ, മക്കാനത്തുള്ള ആൾ, മക്കാനത്തുള്ള ഈ വ്യക്തിയാണ്, അഥവാ സ്ഥാനമുള്ള വ്യക്തിയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അത് ആരുടെ അരികിൽ? ദിൽ അർഷ്, അർഷുള്ളവന്റെ അരികിൽ. ഓക്കെ, അതാണ് പറഞ്ഞത് അന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇൻദല്ലാഹി ദു മക്കാനത്തിൻ വശറഫിൻ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അരികിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം പദവികളും ശ്രേഷ്ഠതകളും ഉണ്ട് എന്നാണ്. വലിഹാദാ ഖസ്സല്ലാഹു ബി അക്ബറിൻ നിഅം അല്ലതി അൻസലഹ അല്ലാഹു അലാ ഇബാദിഹി വഹുവൽ വഹ്യ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും വലിയ അനുഗ്രഹമായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ വഹി എന്ന ഒരു കർത്തവ്യം അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏൽപ്പിക്കാനുള്ള കാരണം അതുകൊണ്ടാണ് എന്നാണ്. അഥവാ അള്ളാഹിൻ്റെ അരികിൽ ധാരാളം പദവികളുള്ള ഏറ്റവും ശ്രേഷ്ഠതയുള്ള വ്യക്തിയായതുകൊണ്ടാണ് അള്ളാഹു ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുവാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ തിരഞ്ഞെടുത്തത് എന്നർത്ഥം. ഇനി തഫ്സീർ ഇബ്നുൽ ഖയ്യിമിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ല പറയുന്നതായിട്ട് കാണാം. വവസഫഹു റസൂലഹു അൽ മലക്കി ഫി ഹാദിഹി സൂറ, ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിൻ്റെ മലക്കായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശേഷിപ്പിച്ച ചില വിശേഷണങ്ങളുടെ കുറച്ച് വിശദീകരണം നമുക്ക് നോക്കാം. ബിഅന്നഹു കരീമുൻ ഖവിയ്യുൻ മക്കീനുൻ ഇൻദ റബ്ബി തആല മുതാഇൻ ഫിസ് സമാവാത് അമീനുൻ, അഥവാ 5 വിശേഷണങ്ങളാണ് അവിടെ വിശേഷിപ്പിച്ചത്. കരീം എന്ന് പറഞ്ഞു, മാന്യനാണ്. ഖവിയാണ്, ശക്തിയുള്ളവനാണ്. മക്കീനുൻ, സ്ഥാനിയാണ്. മുതാഇൻ, അനുസരിക്കപ്പെടുന്നവനാണ്. അമീനുൻ, അതേപോലെ തന്നെ വിശ്വസ്തനുമാണ്. ഫഹാദിഹി ഖംസു സിഫാത്തിൻ തതളമ്മനു തദ്കിയതി സുന്നത്തിൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ 5 വിശേഷണങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വിശുദ്ധ ഖുർആനിൻ്റെ സംസ്കാരമാണ് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. വഅന്നഹു സിമാഉ മുഹമ്മദിൻ മിൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വസിമാഉ ജിബ്രീൽ മിൻ റബ്ബിൽ ആലമീൻ, അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ലോകരക്ഷിതാവിങ്കിൽ നിന്നും സ്വീകരിച്ച ഈ ഒരു കേൾവി അത് മുഹമ്മദുൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നും കേൾക്കുന്ന ഈ ഒരു കേൾവിയാണ്. അപ്പോൾ ഈ വിശുദ്ധ ഖുർആനിന് ഉള്ള 5 വിശേഷണങ്ങൾ കൂടിയാണ് ഈ ഒരു വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ്. ഇവിടെ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കൗനുർ റസൂലല്ലദീ ജാഅ ബിഹി ഇലാ മുഹമ്മദിൻ കരീമ എന്നാണ്. കരീം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ലൈസ കമാ യഖൂലു അഅദാഉഹു ഇന്നല്ലദീ ജാഅ ബിഹി ശൈത്വാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കൾ, ഖുറൈശികളായുള്ള കുഫാറുകൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തത്, അഥവാ ഈ വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബിക്ക് വന്ന് പറഞ്ഞു കൊടുക്കുന്നത് പിശാജാണ്, ശൈത്താനാണ് എന്ന് പറയുന്നുണ്ട്. അതൊരിക്കലും ശരിയല്ല. മറിച്ച് അത് എത്തിച്ചു കൊടുക്കുന്നത് അമീനായ, വിശ്വസ്തനായ, കരീമായുള്ള, മാന്യനായിട്ടുള്ള ഒരു ദൂതനാണ് എന്നുള്ളതാണ്. ഖബീസുൻ മുഖ്ബിസുൻ ലഈമുൻ ഖബീഹുൽ മൻദർ, വളരെ മോശമായ പ്രകൃതമുള്ള, അതേപോലെ തന്നെ വളരെ വൃത്തികേടുള്ള സ്വഭാവങ്ങളുള്ള ആ ഒരു പിശാചല്ല നബി കരീം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇത് എത്തിച്ചു കൊടുക്കുന്നത് എന്നാണ്. അപ്രകാരം അതിങ്ങനെ വിശദീകരിച്ചു വരുന്നു.
പിന്നെ അതിനുശേഷം പറയുന്നു വർ റസൂൽ അല്ലദീ അൽഖൽ ഖുർആൻ ഇലാ മുഹമ്മദിൻ കരീമുൻ ജമീലുൽ മൻദർ ബഹിയുസ് സൂറ കസീറുൽ ഖൈർ طيب مطيب معلم الطيبين وكل خير في الأرض من هدى وعلم ومغرفة وإيمان وبر فهو مما أجراه ربه على يده وهذا غاية الكرم അസ്സൂരി വൽ മഅനവി. അഥവാ ധാരാളമായി കൊണ്ടിങ്ങനെ വിശേഷിപ്പിക്കുകയാണ്. അഥവാ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച ഈ ഒരു മലക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭംഗിയാർന്ന വിശേഷണങ്ങളുള്ള വ്യക്തിയാണ് ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ധാരാളം നന്മകളുള്ള, അതേപോലെ തന്നെ വിശിഷ്ടമായ സ്വഭാവമുള്ള, മുഅല്ലിമു ത്വയ്യിബീൻ, വിശിഷ്ടരായുള്ള ആളുകളെ പഠിപ്പിക്കുന്ന അവരുടെ അധ്യാപകനായുള്ള വ്യക്തിയാണ്. വകുല്ലു ഖൈരിൻ ഫിൽ അർള്, ഭൂമിയിലും മറ്റുള്ള ലോകങ്ങളിലുമുള്ള എല്ലാ ഖൈറും നേടിയെടുത്തവനാണ്. മിൻ ഹുദ വഇൽമു വമഅരിഫ, അറിവുകളാകട്ടെ വിജ്ഞാനങ്ങളാകട്ടെ അതേപോലെ തന്നെ സന്മാർഗം ഉതകുന്ന രീതിയിലുള്ള ഏതെല്ലാം കാര്യങ്ങളാകട്ടെ അതെല്ലാം തന്നെ നേടിയെടുത്തവനാണ്. വ ഈമാനിൻ, വിശ്വാസവും, വബിറിൻ, പുണ്യവും നേടിയെടുത്ത വ്യക്തിയാണ്. ഫഹു മിമ്മ അജ്റാഹു റബ്ബുഹു അലാ യദിഹി, ആ ഒരു വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത് ആ വിശ്വസ്തനായ ഈ ഒരു മലക്കിൻ്റെ കരങ്ങളാലാണ്. വഹാദ ഖായത്തുൽ കറം അസ്സൂരി, അതാണ് ഇവിടെ കരീം എന്ന് പറഞ്ഞ ആ ഒരു മാന്യൻ എന്ന് പറഞ്ഞ ആ ഒരു പദത്തിൻ്റെ പൂർണ്ണമായ വിശേഷണം എന്നാണ്. അതിൻ്റെ ശരിയായ വിശദീകരണവും ഇപ്രകാരം തന്നെയാണ്. അപ്പം അത്രയും ഗുണവിശേഷണങ്ങൾ അടങ്ങിയത് കൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തെ കരീം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നർത്ഥം. ഇനി രണ്ടാമതായിക്കൊണ്ട് അൽ വസ്ഫുസ്സാനി, രണ്ടാമതായിക്കൊണ്ട് പറയുന്നത് വിശുദ്ധ ഖുർആനിലുള്ളത് അന്നഹു ദൂ ഖുവ്വത്തിൻ കമാ ഖാല ഫി മൗദിഇൻ ആഖർ, അഥവാ അവിടെ അള്ളാഹു പറഞ്ഞത് അദ്ദേഹം ഖവിയാണ്, ശക്തിയുള്ളവനാണ് എന്നാണ്. മറ്റൊരു വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അത് പറയുന്നുണ്ട്. അല്ലമഹു ശദീദുൽ ഖുവ, അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശക്തിയെ സൂചിപ്പിച്ചുകൊണ്ടാണ് അപ്രകാരം പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാര്യം വഫീ ദാലിക തൻബീഹുൻ അലാ ഉമൂർ, ധാരാളം കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, അഹദുഹ, അതിൽ ഒന്നാമത്തെ കാര്യം അന്നഹു ബിഖുവ്വതിഹി യംനഉ ശയാതീൻ, അദ്ദേഹത്തിൻ്റെ ശക്തി കാരണത്താൽ പിശാചിനെ തടുത്തു നിർത്തുന്നുണ്ട്, പിശാചിനെ എതിർക്കുന്നുണ്ട് എന്നാണ്. അൻതദ്നു മിൻഹു, പിശാച് അദ്ദേഹത്തിലേക്ക് അടുക്കുക പോലുമില്ല. വ അൻ യനാലു മിൻഹു ശൈഅൻ, ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറക്കി കൊടുക്കുന്ന കാര്യങ്ങളിൽ നിന്നും മോഷ്ടിക്കുവാനോ അതിൽ നിന്നും എന്തെങ്കിലും കരസ്ഥമാക്കുവാനോ പിശാചിന് സാധിക്കൂല. വ അൻ യസീദു ഫീഹി, അതിലെന്തെങ്കിലും അധികരിപ്പുണ്ടാക്കുവാനോ ഔ യൻഖുസു മിൻഹു, അതിൽ നിന്ന് എന്തെങ്കിലും ചോർത്തിക്കളയുവാനോ ഒന്നും പിശാചിന് സാധിക്കുകയില്ല. ബൽ ഇദാ റആഹു, മാത്രമല്ല പിശാചെങ്ങാനും ജിബ്രീലിനെ കണ്ടു കഴിഞ്ഞാൽ അശ്ശൈത്താനു ഹറബ മിൻഹു വലം യഖ്റുബുഹു, പേടിച്ചോടും, അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വരാൻ പോലും പിശാച് സന്നദ്ധമാവുകയില്ല. ബദറിൻ്റെ സന്ദർഭം പറയുമ്പോൾ അവിടെ ജിബ്രീലിനെ കണ്ടപ്പോൾ പിശാച് ഇറങ്ങി ഓടുന്ന രംഗം സൂറത്തുൽ അൻഫാലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം അന്നഹു മവാലുൻ ലിഹാദർ റസൂൽ അല്ലദീ കദ്ദബ്തുമൂഹു വമുആലിദുൻ ലഹു വമവാദ്ദുൻ ലഹു വനാസിറുൻ കമാ ഖാല തആല, അഥവാ വിശ്വാസികളായുള്ള ആളുകൾക്ക് തുണയായ ഈ വിശുദ്ധ ഖുർആൻ, തുണയായ പ്രവാചകൻ, ആ പ്രവാചകനെയും വിശുദ്ധ ഖുർആനെയും എല്ലാം എതിർക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ശത്രുവായിരിക്കും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അഥവാ ഈ വിശ്വാസികളെയും വിശുദ്ധ ഖുർആനെയും പ്രവാചകനെയും എല്ലാം ശക്തിപ്പെടുത്തുവാനും പ്രവാചകന് സഹായിയായിക്കൊണ്ടും നിലകൊള്ളുവാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. വഇൻ തളാഹറ അലൈഹി ഫഇന്നല്ലാഹ ഹുവ മൗലാഹു വജിബ്രീൽ വസാലിഹുൽ മുഅ്മിനീൻ വൽ മലായികതു ബഅദ ദാലിക ളഹീർ, അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു തഹ്രീമിൽ ഈ ഒരു വചനം പറഞ്ഞിട്ടുള്ളത്. അഥവാ മുഹമ്മദ് നബിക്ക് എതിരായിക്കൊണ്ട് നിലകൊണ്ടു കഴിഞ്ഞാൽ ആ മുഹമ്മദ് നബിയെ സഹായിക്കുവാൻ വിശ്വാസികളുണ്ട്, അതേപോലെ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സഹായിയായിക്കൊണ്ട് നിലകൊള്ളും എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് മാത്രം കവിയാണ്, ശക്തനാണ് എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. മൂന്നാമത്തെ കാര്യം അന്ന മൻ ആദ ഹാദർ റസൂൽ, ആ പ്രവാചകനെതിരെ ആരെങ്കിലും നിലകൊണ്ടു കഴിഞ്ഞാൽ, ആ പ്രവാചകനെതിരെ ശത്രുത നടിച്ചു കഴിഞ്ഞാൽ ഫഖദ് ആദ സാഹിബുഹു വവലിയുഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വമൻ ആദ ദൽ ഖുവ്വതി വശിദ്ദ ഫഹുവ ഉർലത്തുൻ ലിൽ ഹലാക്ക്, അഥവാ അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ വ്യക്തിക്ക് എതിരായിരിക്കും, അതേപോലെ തന്നെ അത് ആ വ്യക്തിയുടെ നാശം ഭവിക്കുവാനും കാരണമായിരിക്കും. അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവനെതിരെ നിലകൊള്ളുന്നു എന്ന കാരണത്താൽ കൂടിയാണ് എന്നാണ്.
ഇനി നാലാമത്തെ കാര്യം അന്നഹു ഖാദിറുൻ അലാ തൻഫീദി മാ അമറ ബിഹി ലിഖുവതിഹി ഫലാ യഅ്ജിസു അൻ ദാലിക മുഅ്ദുൻ ലഹു. അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ശക്തിയുള്ളവനാണ് എന്ന് പറയുമ്പോൾ അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം കൽപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും നിറവേറ്റുവാൻ അദ്ദേഹത്തിന് കഴിയുക തന്നെ ചെയ്യും. അതിന് മാത്രം പ്രാപ്തിയും കഴിവും അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നും അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു തആല അലം. ഇനി അടുത്തതായി മക്കീൻ എന്ന് മൂന്നാമത്തെ വിശേഷണമായി കൊണ്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഐ ലഹു മകാനത്തുൻ വവജാഹത്തുൻ ഇൻദഹു വഹുവ അഖ്റബുൽ മലായികതി ഇലൈഹി. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഏറെ സ്ഥാനമുള്ള വ്യക്തിയാണ്. അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും അധികം സ്ഥാനമുള്ളവനാണ്. അതേപോലെ തന്നെ അഖ്റബുൽ മലായികത ഇലൈഹി, മറ്റുള്ള മലക്കുകളെക്കാൾ അപ്പുറം ഏറ്റവും അധികം സാമീപ്യം നേടിയ മലക്ക് കൂടിയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ് സൂചിപ്പിക്കുന്നത്. നാലാമത്തെ വിശേഷണം മുതാഇൻ സമ്മ എന്നാണ്. മുതാ എന്ന് പറഞ്ഞാൽ അനുസരിക്കപ്പെടുന്നവൻ. അത് ഇഷാറത്തുൻ ഇലാ അന്ന ജുനൂദഹു വഅഅ്വാനഹു യുതഇഊനഹു. അഥവാ ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കീഴിലുള്ള സൈന്യങ്ങൾ, ആ സൈന്യത്തിലുള്ള ഓരോ വ്യക്തിയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുസരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അനുസരിക്കപ്പെടുന്നവനാണ് എന്ന് പറയുന്നത്. യുതഇഊനഹു ഇദാ നദബഹും ലിനസ്രി സാഹിബിഹി വഖലീലിഹി മുഹമ്മദ് നബി കരീം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സഹായിക്കുവാനും അതേപോലെ തന്നെ മറ്റുള്ള ഏതൊരു കാര്യത്തിനും അദ്ദേഹത്തെ പരിപൂർണമായും അനുസരിക്കുന്നവരായിരിക്കും ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കീഴിലുള്ള സൈന്യത്തിലെ ഓരോ വ്യക്തിയും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വഫീഹി ഇശാറത്തുൻ അയ്ദൻ ഇലാ അന്ന ഹാദല്ലദീ തുകദ്ദിബൂനഹു വതുആദൂനഹു സയസീറു മുതാഅൻ ഫിൽ അർള്. അതേപോലെ തന്നെ ഭൂമിയിലുള്ള അദ്ദേഹത്തിനോട് എതിരാകുന്ന ആളുകൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുവാനും അവർക്കെതിരെ നിലകൊള്ളുവാനും ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൈന്യത്തിലുള്ള ഓരോ വ്യക്തികളും അദ്ദേഹത്തെ അനുസരിക്കുന്നവനായിരിക്കും എന്നും അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അഞ്ചാമതായി കൊണ്ട് വിശേഷിപ്പിച്ച കാര്യം അമീനുൻ എന്നുള്ളതാണ്, വിശ്വസ്തനാണ് എന്നുള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഫി വസ്ഫിഹി ബിൽ അമാനതി ഇശാറത്തുൻ ഇലാ ഹിഫ്ളിഹി മാ ഹമലഹു വഅദ്ദാഹു ലഹു അലാ വജ്ഹി. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ ഏൽപ്പിച്ച ആ ഒരു കർത്തവ്യം വളരെ ഭംഗിയായിക്കൊണ്ട് നിർവഹിക്കുവാൻ അദ്ദേഹം തയ്യാറായുള്ളവനാണ്. അതിൽ വിശ്വസ്തനായിരിക്കും, അതിൽ വഞ്ചന കാണിക്കുകയില്ല, ഒരു പിഴവും അതിൽ സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുക എന്നുള്ളത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ച കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും കടത്തിക്കൂട്ടലുകളോ വെട്ടിച്ചുരുക്കലുകളോ ഒന്നും തന്നെ ഇല്ലാതെ അതേ രീതിയിൽ എങ്ങനെയാണോ അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ അത് പ്രവാചകർ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അദ്ദേഹം വിശ്വസ്തനായിരിക്കും. ആ വിഷയത്തിൽ യാതൊരു തെറ്റുകുറ്റങ്ങളും അദ്ദേഹത്തെ ബാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇനി അതിനുശേഷം 22-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വമാ സാഹിബുക്കും ബിമജ്നൂൻ. ആയത്തിൻ്റെ അർത്ഥം നിങ്ങളുടെ ചങ്ങാതി ഒരു ഭ്രാന്തൻ അല്ലതാനും. ആയത്തിൻ്റെ വാക്കർത്ഥം നോക്കാം. വമാ സാഹിബുക്കും, വമാ അല്ല എന്നർത്ഥം. സാഹിബുക്കും നിങ്ങളുടെ ചങ്ങാതി അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടാളി. ബിമജ്നൂൻ ഒരു ഭ്രാന്തനല്ല, അഥവാ ജിന്ന് ബാധിച്ച വ്യക്തിയല്ല, ബുദ്ധിക്ക് സംഭവിച്ച വ്യക്തിയല്ല എന്നർത്ഥം. ഇനി ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ അതിന് നൽകിയ വിശദീകരണം നോക്കാം. ഖാല അല്ലാഹു തആല വമാ സാഹിബുക്കും ബിമജ്നൂൻ എന്ന് പറഞ്ഞത് മൻ മുറാദു ബിസാഹിബിക്കും. അഥവാ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ച ബിസാഹിബിക്കും നിങ്ങളുടെ കൂട്ടാളി അല്ലെങ്കിൽ നിങ്ങളുടെ ചങ്ങാതി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ് അവിടെ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ്. വതഅമ്മുൽ അന്നഹു ഖാല മാ സാഹിബുക്കും വലം യഖുൽ വമാ മുഹമ്മദ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല വമാ സാഹിബുക്കും നിങ്ങളുടെ ചങ്ങാതി എന്ന് പ്രയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അഥവാ വമാ മുഹമ്മദ് അല്ല എന്ന് പറയാതെ വമാ സാഹിബുക്കും നിങ്ങളുടെ ചങ്ങാതിയല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ചങ്ങാതി എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ കഅന്നഹു ഖാല വമാ സാഹിബുക്കും അല്ലദീ തഅരിഫൂനഹു വഅൻതും ഇയ്യാഹു ദായിമൻ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ജീവിച്ച ഈ ഒരു ചങ്ങാതി, നിങ്ങളുടെ കൂടെ ജീവിച്ച ഈ മുഹമ്മദുൻ നബി കരീം അലൈഹി സ്വലാത്തു വസ്സലാം ബഖിയ ഫീഹിം 40 സന, 40 വർഷക്കാലം നിങ്ങളുടെ കൂടെ താമസിച്ചവനാണ്. ഫി മക്കയിൽ ഖബല നുബുവ, പ്രവാചകത്വത്തിൻ്റെ മുമ്പ്. യഅരിഫൂനഹു നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാം. വയഅരിഫൂന സിദ്ഖഹു അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെയും അദ്ദേഹത്തിൻ്റെ അമാനത്തിനെയും നിങ്ങൾക്കറിയാം.
ഹത്താ കാനൂ യുത്ലിഖൂന അലൈഹി ഇസ്മൽ അമീൻ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോടുള്ള വിശ്വസ്തത കാരണത്താൽ അദ്ദേഹത്തെ നിങ്ങൾ അമീൻ എന്ന് വിളിച്ചിരുന്നു. അൽ അമീൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഈ സ്വാഹിബ്, നിങ്ങളുടെ കൂട്ടാളി അല്ലെങ്കിൽ നിങ്ങളുടെ ചങ്ങാതി, അതൊരിക്കലും ബിമജ്നൂൻ, അദ്ദേഹം ഭ്രാന്തനല്ല എന്നാണ് അള്ളാഹു അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് സ്വാഹിബ് എന്ന ഒരു പദം അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത് എന്നർത്ഥം. വമാ സ്വാഹിബുക്കും ബിമജ്നൂൻ എന്ന് പറഞ്ഞാൽ ലൈസ മജ്നൂനൻ, അദ്ദേഹം ഭ്രാന്തനല്ല എന്നർത്ഥം. ബൽ ഹുവ അഖലുൽ ഉഖലാഇ അലൈഹി സ്വലാത്തു വസ്സലാം, മറിച്ച് ജനങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിമാന്മാരിൽ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തിയാണ് മുഹമ്മദ് നബി കരീം അലൈഹി സ്വലാത്തു വസ്സലാം. അക്മലുൻ നാസി അഖ്ലൻ ബിലാ ശക്ക് വഅസുദ്ദുഹും റഅയൻ, ഏറ്റവും വലിയ ബുദ്ധിയാൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന വ്യക്തിയാണ് നബി കരീം അലൈഹി സ്വലാത്തു വസ്സലാം. ഇനി ഏറ്റവും അവസാനമായി അത്തഹ്രീർ വ തൻവീർ എന്ന ഗ്രന്ഥത്തിൽ നിന്നും അതിൻ്റെ വിശദീകരണം നമുക്ക് മനസ്സിലാക്കാം. فبعد أن الله على القرآن بأنه قول رسول مرسل من الله وكان قد تضمن ذلك ثناء على النبي صلى الله عليه وسلم بأنه صادق فيما بلغه عن الله تعالى. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ആദ്യം വിശദീകരിച്ചു. അതേപോലെ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ അതിനുശേഷം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച റസൂലാകട്ടെ അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആകട്ടെ, അത് അവതരിപ്പിക്കപ്പെട്ട മുഹമ്മദ് നബി കരീം അലൈഹി സ്വലാത്തു വസ്സലാം ആകട്ടെ, ഇവരെല്ലാവരും സ്വാദിഖുൻ ഫീമാ ബല്ലഗഹു അനില്ലാഹി തആല, അള്ളാഹുവിൽ നിന്നും ഇത് എത്തിച്ചു നൽകുവാൻ അവർ സത്യസന്ധത പുലർത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അഖബഹു ബിഇബ്താലി ബുഹ്താനിൽ മുശ്രിക്കീന ഫീമാ ഇഖ്തലഖൂഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ പ്രവാചകനെ സംബന്ധിച്ച് മുശ്രിക്കീങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന കള്ളക്കഥകളെല്ലാം പരിപൂർണമായും നിരർത്ഥകമാണ്, അത് തെറ്റാണ്, അതിൽ യാതൊരു വാസ്തവവും ഇല്ല എന്ന് ഈ വചനങ്ങൾ നമ്മെ ഉണർത്തുന്നുണ്ട്. മിൻ ഖൗലിഹിം മുഅല്ലമുൻ ബിമജ്നൂനുൻ വഖൗലിഹിം അഫ്തറ അലല്ലാഹി കദിബൻ അം ബിഹി ജിന്ന, അള്ളാഹിൻ്റെ പേരിൽ കളവ് പറയാണ്, അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഭ്രാന്ത് ബാധിച്ചിട്ടുണ്ട്, ജിന്നത്ത് ബാധിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു നടക്കുന്ന ഈ കൗലുകളെല്ലാം തന്നെ പരിപൂർണമായും നിരർത്ഥകമാണ്, അതിൽ യാതൊരു സത്യസന്ധതയും ഇല്ല എന്നീ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാണ്. ഫഅബ്തല ഖൗലഹും ഇബ്താലൻ മുഅക്കദൻ വമുഅയ്യദൻ, അത് പരിപൂർണമായും അതിൽ യാതൊരു വാസ്തവവും ഇല്ല എന്ന് ആവർത്തിച്ചതിലെ വചനങ്ങൾ നമ്മെ ഉണർത്തുന്നുണ്ട് എന്നർത്ഥം. അത് ശക്തമായ രീതിയിൽ പറയുവാൻ വേണ്ടിയാണ് അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ ഖസമിലൂടെ നമ്മെ അറിയിച്ചത്. അഥവാ ഒരുപാട് കാര്യങ്ങൾ ഇതാ എന്നിങ്ങനെ പറഞ്ഞു, ഇത് ശംസു കുവ്വിറത്ത് അങ്ങനെ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞു, അങ്ങനെയായാൽ ഇങ്ങനെയായാൽ എന്നിങ്ങനെ പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ അവസാനം ഈ രണ്ട് ജവാബുകൾ, അഥവാ ഒന്നാമത്തെ ജവാബ് എന്തായിരുന്നു? ഈ ഖസമുകളുടെ ഈ സത്യം ചെയ്ത് പറഞ്ഞ കാര്യങ്ങളുടെ ഒന്നാമത്തെ ജവാബ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, രണ്ടാമത്തെ ജവാബ് വമാ സാഹിബുക്കും ബിമജ്നൂൻ എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അതിലൂടെ ഈ ഖസമുകൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഹൈലൈറ്റ് ആയിക്കൊണ്ട് എടുത്തു പറയുന്ന കാര്യം. അതേപോലെ തന്നെ ഒന്നും കൂടി ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ബിമജ്നൂൻ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ബി എന്ന് ചേർത്താൽ ഒന്നും കൂടി അതിന് ആ നഫീനിന്റെ സ്വരത്തിന് അഥവാ അല്ല എന്ന് പറയാൻ വേണ്ടി ഒന്നും കൂടി സമർത്ഥിക്കുവാൻ ആ ഒരു രീതി പ്രയോഗിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അപ്രകാരം ആ രണ്ട് കാര്യങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ അത് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും കാര്യങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളതും ഈ ഒരു ജുംലയിലൂടെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുള്ളതും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ എത്തിപ്പെടുവാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.